ഒരു 99% റിലേഷൻഷിപ്പിലും ഒരു പാർട്ട്ണർ ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലെ. അതിൽ ഈ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പേഴ്സണ് എപ്പോഴും പരാതിയും പരിഭവങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത്രത്തോളം ഡിപ്പെൻഡൻസി ഉണ്ടാവാറില്ല. ഒരുപാട് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് ഡിപ്പെൻഡന്റ് അല്ലാത്ത ആൾക്ക് ചിലപ്പോൾ തോന്നും, എന്താ ഇവൾ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ ഇവൻ ഇങ്ങനെ, ഏത് സമയവും മെസ്സേജ്, ഏത് സമയവും കോൾ, അല്ലെങ്കിൽ എപ്പോഴും എന്ത് ഈ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് തോന്നാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇമോഷൻസ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് അല്ലേ. അത് ഓപ്പോസിറ്റ് ഉള്ളൊരു പേഴ്സൺ കുറച്ച് ഇമോഷണലി ഇൻസെക്യൂരിറ്റി അവർ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്നേഹമൊക്കെ അവർക്ക് കൊടുക്കാം. നിങ്ങൾ അവരിൽ നിന്ന് ചിലപ്പോൾ ഓവറായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള കോൾസും മെസ്സേജും അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഉള്ളിൽ അവരോട് നല്ല സ്നേഹം ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുക, അവർക്കത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക, വിസിബിൾ ആയിട്ട് കൊടുക്കുക. അല്ലാതെ നമ്മളിങ്ങനെ ഉള്ളിൽ ഈ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കാതെ നമ്മളത് അവർക്ക് കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കത് അനുഭവിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ സ്നേഹം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടിയിട്ട് തിക്കാവാനുള്ള ഒരു ചാൻസും, അതേപോലെ തന്നെ ഈ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പാർട്ട്ണർക്കുള്ള ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്കംഫർട്ട് കുറഞ്ഞു കിട്ടാനും ഹെൽപ്പ് ചെയ്യും.